ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ അടുക്കളയിലാണ് കേട്ടോ. അടുക്കളയിൽ നല്ല മായമില്ലാത്ത യാതൊരു വിഷവുമില്ലാത്ത ഒരു പച്ചക്കറിയുടെ കുക്കിങ്ങിലാണ്. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നല്ല വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. അപ്പോൾ യാതൊരു രാസവളങ്ങളും ചേർക്കാത്ത വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പച്ചമുളക് സവോളയൊക്കെ ചേർത്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ എത്രയൊക്കെ വിഷരഹിതമാണെങ്കിലും ഇത്തരമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ അങ്ങ് പോകും. അതുകൊണ്ട് ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആ വിഷാംശമൊക്കെ പോകട്ടെ എന്ന് കരുതി. ഇത് തന്നെയാണ് നമ്മൾ മനുഷ്യരുടെ അവസ്ഥയും. എത്രയൊക്കെ നല്ലത് ചെയ്താലും അതിൽ അല്പമെങ്കിലും കളങ്കം വന്നിട്ടുണ്ട് എങ്കിൽ ആളുകൾ അത് മാത്രമേ നോക്കുകയുള്ളൂ. മൊത്തത്തിൽ അങ്ങ് ചീത്തപ്പേരാവുകയും ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കും ഭാവിയിലെ നമ്മുടെ കാര്യങ്ങൾ, കർമ്മ എന്നുള്ളത്. കാരണം നമ്മൾ ദോഷം മാത്രം ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കുന്ന വ്യക്തികളുടെ കണ്ണുനീര് അവർ ശപിച്ചില്ലെങ്കിൽ പോലും അതെപ്പോഴെങ്കിലും നമുക്കത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കാതെ വരും എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ. അതുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിച്ചാലും ജീവിതത്തിൽ മഞ്ഞൾപ്പൊടിയാകുന്ന നന്മയുടെ ഒരു അംശം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വിതറിയേക്കുക. അത് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഉപകരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഹാപ്പി മൺഡേ, ശുഭദിനം.